is polluted every day, but arrests only happen when Muslims show up. Hi, this is Spot On. We highlight injustice and question power. 14 people arrested for hosting an iftar on the Ganga because they allegedly threw bones into the river. That's enough for arrest. But സുഹൃത്തുക്കളെ, ഗംഗാ നദിയെ കുറിച്ചിട്ട് കുറച്ചു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അത് വലിയ പ്രശ്നമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗംഗാ നദി എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ എന്തൊരു പരിശുദ്ധ നദിയാണെന്നൊക്കെയാണ്. പക്ഷേ പരിശുദ്ധ നദിയാണെന്ന് ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതിനെ അത്രയും പരിശുദ്ധമായിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഇപ്പോഴും അതിലേക്ക് പാതിവെന്ത ശവശരീരങ്ങളും അഴുക്കുകളും പ്ലാസ്റ്റിക് വേസ്റ്റുകളും പൂജാദ്രവ്യങ്ങളും പൂജാപുഷ്പങ്ങളും ഒക്കെ ഇട്ടിട്ട് ഗംഗാ നദി പൊല്യൂട്ടഡ് ആണ്. കുടിക്കാൻ പറ്റില്ല, കുളിക്കാൻ പറ്റില്ല, ഉപയോഗിക്കാൻ പറ്റാത്ത വിധം അത് ഭീകരമായിട്ട് നാശമായിക്കൊണ്ടിരിക്കുകയാണ്. സംഗതി അവിടെ കിടക്കട്ടെ. ഇങ്ങനെ നിരന്തരം നാശമായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം അപ്പുറത്തുണ്ടായിരിക്കുകയാണ്. ഈ നദിയിലേക്ക് ഇപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ പെരുന്നാളിന് കുറച്ചു മുമ്പ്, 2 ദിവസം മുമ്പ് ആ ഗംഗാ നദിയില് ഒരു ബോട്ട്, ആ ബോട്ടില് ഒരു ഇഫ്താർ നടത്തി. ഇഫ്താർ ആരെ നടത്തുക? മുസ്ലിങ്ങൾ. ഇഫ്താർ നടത്തിയതിന്റെ ഭാഗമായിട്ട് ഗംഗാ നദിയിലേക്ക് എല്ലുകളും മറ്റും ഇട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്തു. ഗംഗാ നദിയെ പൊല്യൂട്ട് ചെയ്തു, മലിനപ്പെടുത്തി എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനിപ്പുറത്ത് അതിഭീകരമായ രീതിയിൽ ഗംഗാ നദി നശിപ്പിക്കപ്പെടുന്നുള്ളതാണ്. ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. Sewage choking the river, industrial waste dumped every day, plastic, ritual garbage, mass pollution. This is a pure water. This is what water should look like. This is the Ganges water. Basically, the water here is full of human waste. No arrest, no urgency, no. അവിടെ ഒരു ബ്രിട്ടീഷുകാരൻ, ഒരു വിദേശി വന്നിരുന്നിട്ട് ഒരിക്കലും അന്വേഷണം നടത്തി. ആ ഗംഗാ നദിയിലെ വെള്ളം എടുത്തിട്ട് പരിശോധിച്ചു, അവിടുത്തെ ജലം എടുത്ത് പരിശോധിച്ചപ്പോൾ അതിൽ മുഴുവൻ ഹ്യൂമൻ വേസ്റ്റ്. അതില് അളവിൽ കൂടുതൽ ഹ്യൂമൻ വേസ്റ്റ്. വാട്ട് ഈസ് ഹ്യൂമൻ വേസ്റ്റ്? ഒരു പച്ചമലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യ വിസർജ്യം, തീട്ടം. അതാണ് ആ ഒരു ഗംഗാ നദിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് അയാൾ കണ്ടെത്തുന്നു. ആ നദിയിലേക്ക് മുങ്ങാനൊക്കെ ആ ഒരു മനുഷ്യനോട് പറയുന്നുണ്ട്. അയാൾ മടിച്ചു ആ നദിയിൽ മുങ്ങുന്നുണ്ട്. സമ്മതിക്കണം. But Muslims eating on a boat, that's where the law suddenly wakes up. And here's the truth they won't lead with. Police admit this didn't even need an arrest. They acted to stop a possible breach of peace. Not for what happened, but for what might happen. This isn't about the river, it never was. This is about who gets punished and who gets a free pass. Same river, same act, different people, and suddenly it's a crime. നോക്കൂ, ഒരേ ജനതയാണ്, ഒരു രാജ്യത്തിൽ ഒരേ ജനതയാണ്, വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ഒരേ ജനത. അവിടെ ഹിന്ദു വിശ്വാസം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു നദിയിലേക്ക് വാരാണസിയിലും മറ്റുമെല്ലാം പാതിവെന്ത മനുഷ്യ ശരീരങ്ങളൊക്കെ ഇടുന്നതിൽ ഇവർക്കൊരു പ്രശ്നവുമില്ല. പാതിവെന്ത മനുഷ്യ ശരീരങ്ങളൊക്കെ എടുത്ത് അതിലേക്ക് ഇട്ട് കളയുന്ന ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുണ്ട് എങ്കിൽ സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്താൽ കിട്ടും. ഇതിനെപ്പറ്റി എതിർക്കുന്ന ആളുകളോടാ ഞാൻ ആ വേണമെങ്കിൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ, എൻ്റെ എല്ലാ കാഴ്ചക്കാരോടല്ല. നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് കിട്ടും. എന്നാൽ അതേസമയം തന്നെ ആ ഗംഗാ നദിയിൽ ഒരു ബോട്ട് കൊണ്ടുപോയിട്ട് ആ ബോട്ടിനുള്ളിൽ ഭക്ഷണം വെച്ച് ആ നദിയുടെ നടുക്ക് വെച്ചിരുന്നിട്ട് ആ ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നം? അവർ ആ നദിയെ മലിനപ്പെടുത്തിയോ? ഇല്ലല്ലോ. അതിലേക്ക് വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞു പോലും ഇപ്പോഴും തെളിവില്ല. പോലീസർ പറയുന്നുണ്ട് ചെയ്യാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അവർ അറസ്റ്റ് ചെയ്തത് എന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരേ ജനതയ്ക്ക് എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ നീതി നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്നത്? ഒരേ ജനതയല്ലേ, ഇന്ത്യക്കാരല്ലേ, വ്യത്യസ്ത വിശ്വാസങ്ങളുണ്ടെങ്കിലും. അങ്ങനെ വ്യത്യസ്ത വിശ്വാസങ്ങളുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ രീതിയിൽ എന്തുകൊണ്ടാണ് നീതി കൽപ്പിക്കപ്പെടുന്നത്? ചിലർക്കെല്ലാം ഗംഗാ നദിയെ ഏതു വിധേനയും പൊല്യൂട്ടഡ് ആക്കാമെന്നും ചില ആളുകൾക്ക് അവിടെ പോകാൻ പോലും പാടില്ലെന്നൊക്കെ പറയുന്നത് എന്തെന്ന് മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ബൈ.